ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് PNC മാക്കില് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നും അതേപോലെ തന്നെ PNC മാക്കില് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നും അതേപോലെ തന്നെ PNC മാക്കും അത് LBSും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസിനെ കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാല് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. 2025 എടുത്ത് നോക്കുവാണെങ്കിൽ 411 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി 2024 എടുത്ത് നോക്കുവാണെങ്കിൽ 416 ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എത്രത്തോളം ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതിൻ്റെയൊക്കെ എണ്ണം അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മാർക്കുള്ള കുട്ടികൾ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ച് മാർക്കുള്ള കുട്ടികൾക്കുള്ള ചാൻസ് അവിടെ എന്ത് ചെയ്യും, കുറയും. എന്നാലും അറൗണ്ട് നോക്കുവാണെങ്കിൽ ഒരു 420 വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് മിക്കവാറും അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അത് വേര് ചെയ്യാം. ചിലപ്പോൾ 420 കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാവാം, ചിലപ്പോൾ 420 കുറവുള്ള കുട്ടികളാവാം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ മാത്രമേ നടത്താനായിട്ട് പറ്റൂ. കറക്റ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ഇൻഡെക്സ് മാർക്ക് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. LBSും PNC മാക്കും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ LBSല് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോ നമുക്ക് ഒരു കോളേജ് കിട്ടി. അത് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ടോക്കൺ ഫീസ് അടച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്നെങ്കിൽ ആ കോളേജ് തന്നെ വരാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ കയറി വരാം. പക്ഷേ ഈ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് എന്ത് ചെയ്യത്തില്ല, ക്യാൻസൽ ആയി പോത്തൊന്നും ഇല്ല. ഇപ്പൊ PNC മാക്കില് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് വന്നു. അപ്പൊ നമ്മൾ ആ കോളേജ് വേണമെങ്കിലും വേണ്ടെങ്കിലും ടോക്കൺ ഫീസ് 10,000 രൂപ അടച്ചിടണം. ഇപ്പോ ആ കോളേജ് തന്നെ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുക. പക്ഷേ ആ കോളേജ് വേണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാതിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സെക്കൻഡ് അലോട്ട്മെന്റിൽ ആ കോളേജ് ക്യാൻസൽ ആയി പോകും. ആ കോളേജ് പിന്നെ വരത്തില്ല. അതിന്റെ മുകളിലോട്ടുള്ള ഹയർ ഓപ്ഷൻ മാത്രമേ പിന്നെ കൺസിഡർ ചെയ്യൂ. ഇപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ PNC മാക്കില് 10ാമത്തെ കോളേജാണ് വന്നതെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല. പിന്നെ ആ 10ാമത്തെ കോളേജ് ക്യാൻസൽ ആയിട്ട് പിന്നെ മുകളിലോട്ടുള്ള 9 വരെയുള്ള കോളേജ് പിന്നെ വരെയുള്ളൂ. പക്ഷെ LBSലാണെങ്കിൽ ഇപ്പോൾ 10ാമത്തെ കോളേജാണ് ഫസ്റ്റ് നിങ്ങൾക്ക് വന്നെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്നെങ്കിൽ ഈ 10 വരാം, അല്ലെങ്കിൽ 10ന്റെ മുകളിലോട്ട് നിങ്ങളെ വെച്ചത് ഏതെങ്കിലും കോളേജ് വരാം. അപ്പൊ അതാണ് PNC മാക്കിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ. അതേപോലെ തന്നെ LBSലാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കോളേജ് റീഅറേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ പുതുതായിട്ടുള്ള കോളേജ് ആഡ് ചെയ്തൊക്കെ കൊടുക്കാം. പക്ഷെ PNC മാക്കില് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള കോളേജ് ഡിലീറ്റ് ചെയ്യാനേ പറ്റൂ. പുതുതായിട്ടുള്ള ഒരു കോളേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, LBSലാണെങ്കിൽ റിസർവേഷൻ സീറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോ SC ST കുട്ടികൾക്ക് EWS അങ്ങനെ OEC അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി പെട്ട കുട്ടികൾക്കും റിസർവേഷൻ സീറ്റ് വരുന്നുണ്ട്. പക്ഷേ PNC മാക്കില് റിസർവേഷൻ സീറ്റേ വരുന്നില്ല. പൂർണ്ണമായിട്ടും നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും PNC മാക്കിൽ അഡ്മിഷൻ കിട്ടുന്നത്. LBSലാണെങ്കിൽ റിസർവേഷൻ സീറ്റ് വരും. അപ്പൊ കുറച്ചും കൂടെ റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ LBSല് റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് ടോക്കൺ ഫീസ് തന്നെ ഡിഫറൻസ് ഉണ്ട്, സാധാരണക്കാളും കുറവാണ്. പക്ഷേ PNC മാക്കില് ഒരേപോലത്തെ ടോക്കൺ ഫീസ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ടോക്കൺ ഫീസും ഫീസ് സ്ട്രക്ചറും ആയിരിക്കും. അവിടെ ഒരു എന്ത് കാണത്തില്ല, കൺസിഡറേഷനോ റിഡക്ഷനോ ഒന്നും ഉണ്ടാകത്തില്ല. മെയിൻ കാര്യം, LBSലാണെങ്കിൽ ഗവൺമെന്റ് കോളേജും വരുന്നുണ്ട്. പക്ഷേ PNC മാക്കിൽ എന്ത് വരുന്നില്ല, ഗവൺമെന്റ് കോളേജ് വരുന്നില്ല, ഒള്ളി പ്രൈവറ്റ് കോളേജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ LBSല് ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കോളേജിൽ നമുക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റിൽ വെക്കാനായിട്ട് പറ്റും. PNC മാക്കില് ഒരു 14+ 40 സംതിങ് കോളേജ് വരുന്നുള്ളൂ. അതിൽ തന്നെ 10 കോളേജ് മാത്രമേ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെക്കാൻ പറ്റൂ. പക്ഷേ LBSല് നമുക്ക് ഒരുപാട് കോളേജും വരുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് കോളേജ്
കോളേജ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ PNC മാക് ആയിക്കോട്ടെ LBS ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് നമ്പർ ഓഫ് കോളേജിൽ ലിമിറ്റ് ചെയ്യാതെ മാക്സിമം കോളേജ് എന്ത് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ PNC മാക്കിലാണെങ്കിൽ 10 കോളേജ് വെക്കാം. അപ്പോൾ 2 3 അല്ലെങ്കിൽ 5 കോളേജ് വെക്കാതെ മാക്സിമം ഒരു 10 കോളേജ് നിങ്ങൾ വെക്കുക. LBSലാണെങ്കിൽ അതേപോലെ മാക്സിമം നമ്പർ ഓഫ് കോളേജ് വെക്കാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ PNC മാക്കിലും LBSലും ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ വലിയ കോളേജ് പ്രയോറിറ്റി ചെയ്ത് കൊടുക്കാതെ, ഹയർ ഓപ്ഷനും പ്രയോറിറ്റിയുമായിട്ട് കൊടുക്കാതെ മാക്സിമം കുറച്ചും കൂടെ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടില്ലാത്ത വലിയ കോളേജ് കൊടുക്കാതെ ചെറിയ ചെറിയ കോളേജ് മാക്സിമം കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.